ഞാൻ പ്രവാസിയായിരുന്നു. 23 കൊല്ലം ഞാൻ അബുദാബിയിൽ പ്രവാസിയായിരുന്നു. ഒരു കേക്ക് മേക്കറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഞങ്ങൾ വായക്കാട് ഒരുവിധ ആൾക്കാരും ഫുള്ള് കൃഷിക്കാരാണ്. അങ്ങനെയാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരു 8 ഏക്കർ 9 ഏക്കറയിൽ എനിക്ക് കൃഷിയുണ്ട്, പച്ചക്കറി ഉണ്ട്. അതിൽ കൂടുതലും നെല്ലാണ്. പല ഐറ്റംസ് നെല്ലുകളും ഉണ്ട് എൻ്റെ അടുത്ത്. 25 വർഷത്തോളമായി പ്രവാസ ജീവിതം നയിച്ച് നാട്ടിൽ മടങ്ങിയെത്തിയ ജൈവ കൃഷിയിൽ സജീവമായി മലപ്പുറത്തെ ഒരു മുൻ പ്രവാസി. ജൈവ കൃഷി തന്നെയാണിപ്പോൾ മലപ്പുറം വാഴക്കാട് മുണ്ടുമൊഴി സ്വദേശി നജീബിന്റെ ജീവനോപാധിയും. അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. നജീബിന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യാൻ സഹായിക്കുന്നത് മക്കളും ഭാര്യയുമാണ്. 7ഓളം ഏക്കറിലായി കൃഷി, അതും പ്രധാനമായി നെൽകൃഷി. വാഴ, വഴുതന, വെണ്ട, വിവിധയിനം മുളകുകൾ ഉൾപ്പെടെയാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നെൽകൃഷി ജാസ്മിൻ എന്ന തരത്തിൽപ്പെട്ട വിത്താണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. ഇത് നിലവിൽ കേരളത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ടില്ല എന്നാണ് നജീബ് പറയുന്നത്. പിന്നെ വീട്ടിലേക്കുള്ള എല്ലാ കൃഷിയും പച്ചക്കറി ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. മുളകുണ്ട്, വഴുതനുണ്ട്, കേബേജ്, പിന്നെ ഇല്ലാത്ത സാധനങ്ങളിൽ എല്ലാ പച്ചക്കറിയും തക്കാളിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടാമത് തുടങ്ങാൻ പോകുന്നുള്ളൂ. 2023 2024 പറക്കുമ്പോഴാണ് ഞങ്ങൾ നനച്ചിട്ടാണ് കൂടുതലും കൃഷി ഉണ്ടാക്കുന്നത്. നജീബ് കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വന്തമായി നഴ്സറി നടത്തുന്നു. ഇവിടെയാണ് നജീബിന്റെ കാർഷിക ഗവേഷണങ്ങൾ നടക്കുന്നത് എന്ന് പറയാൻ കാരണം, സ്വന്തം ആവശ്യത്തിനുള്ള ജൈവവളങ്ങൾ തയ്യാറാക്കുകയും ബാക്കി വരുന്ന ജൈവവളങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. കർഷകർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുകയും കാർഷിക വൃത്തിയോട് താല്പര്യമുള്ളവരെ കാർഷിക മേഖലയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243. വാഴക്കാട് പഞ്ചായത്തിലെ ഏക്കറോളം വരുന്ന ഭൂമി വർഷങ്ങളായി തരിശുഭൂമിയായി കിടന്നിരുന്നത് ഏറ്റെടുത്ത് ഈയിടെ കൃഷി ചെയ്ത് വലിയ വിളവെടുപ്പ് ഉത്സവം നടത്തിയിരുന്നു. കാർഷിക മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നജീബ് ശ്രമിക്കുന്നുണ്ട്. അന്ന് അക്കാലത്ത് 2017 300 കിലോ ഞങ്ങൾ ഇങ്ങനെ ഇടുന്ന ഇത് ഘടികാര ദിശയിൽ മാത്രമേ ഇറക്കാൻ പാടുള്ളൂ, തിരിച്ചിറക്കാൻ പാടില്ല. ഇതിപ്പോൾ നെല്ലിലേക്കൊക്കെ ഒഴിക്കാനുള്ള അതിൽ അണുക്കളുണ്ട്. ഇനി